മലപ്പുറം ഊർങ്ങാട്ടിരിയിൽ കിണറ്റിലകപ്പെട്ട കാട്ടാനയെ പുറത്തിറക്കാനുള്ള ശ്രമം ആരംഭിച്ചു. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് സമീപത്തെ മണ്ണ് നീക്കം ചെയ്തു തുടങ്ങി. വനംവകുപ്പും പോലീസും ഉൾപ്പെടെ 60ഓളം അംഗങ്ങളാണ് ദൗത്യ സംഘത്തിലുള്ളത്. അരുൺ അമൃതനാഥ് കൂടുതൽ വിവരങ്ങളുമായി അവിടെ നിന്ന് ചേരുന്നുണ്ട്. അരുൺ, നാട്ടുകാരുടെ പ്രതിഷേധമൊക്കെ അവസാനിച്ച ഒരു സാഹചര്യത്തിലാണോ ഈ ഒരു രക്ഷാപ്രവർത്തനവുമായി ദൗത്യസംഘം മുന്നോട്ട് വന്നത്? ഈ ഒരു ദൗത്യം അത് എത്രത്തോളം ശ്രമകരമാണ്? സന്ധ്യ, ഏറെ സങ്കീർണമായ സാഹചര്യമായിരുന്നു ഊർങ്ങാട്ടിരിയിൽ കടന്നുപോയത്. ഒരു തരത്തിലും അനുനയത്തിലേക്ക് എത്തില്ല എന്ന നാട്ടുകാർ നിലപാടെടുക്കുന്നു. പിന്നീട് നടന്ന ചർച്ചയിൽ ചില മുന്നോട്ട് വെച്ച ധാരണകൾ അംഗീകരിക്കാൻ നാട്ടുകാർ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് 18 മണിക്കൂറോളം വൈകി ഈ ദൗത്യം ഇന്നലെ രാത്രി 1 മണിയോടെയാണ് ഈ കാട്ടുകൊമ്പൻ ഈ ഊർങ്ങാട്ടിരിയിലെ സണ്ണി എന്ന കർഷകന്റെ കൃഷിയിടത്തിലെ കിണറ്റിൽ വീഴുന്നത്. പിന്നാലെ പതിവാകുന്ന കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച നാട്ടുകാർ രോഷാകുലരായി രംഗത്തെത്തി. ഒരു തരത്തിലും ഈ ആനയെ ഇവിടെ നിന്ന് മാറ്റാതെ ഒരു അനുനയ നീക്കത്തിന് തയ്യാറാകില്ല എന്നാണ് നാട്ടുകാർ ആദ്യം അറിയിച്ചത്. പിന്നീട് ഫോറസ്റ്റ് മുന്നോട്ട് വെച്ച ഒരു പരിഹാരം ഇങ്ങനെയായിരുന്നു. അതായത് ആനയെ ഇവിടെ നിന്ന് കാട് കയറ്റുന്നു. പിന്നീട് 50ഓളം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചുകൊണ്ട് തന്നെ ഈ സംരക്ഷണം ഒരുക്കും. ഒരു തരത്തിലും നാട്ടുകാർക്ക് വെല്ലുവിളി ഉണ്ടാക്കാത്ത തരത്തിൽ ഇനി നാളെ ആന മടങ്ങി വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ കുങ്കി ആനകൾ ഉപയോഗിച്ച് ആനയെ മാറ്റും എന്നൊരു പരിഹാര ആശയം മുന്നോട്ട് വെച്ചു. അങ്ങനെയാണ് നാട്ടുകാർ വഴങ്ങുന്നത്. ഇപ്പോൾ ആ ദൗത്യം എന്തായാലും തുടങ്ങിയിരിക്കുന്നു. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണ് മാറ്റുകയാണ് ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത്. ശേഷം കൃത്യമായ ഒരു സംവിധാനത്തിലൂടെ ആനയെ കാട് കയറ്റുന്നതാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു ടെറൈൻ ഞാനെന്ന് പറഞ്ഞു, ഇവിടുത്തെ ഒരു ഭൂപ്രകൃതി എന്ന് പറയുന്നത് ഇപ്പോൾ ആനയുള്ളത് ഈ കിടന്നു നിൽക്കുന്ന പ്രദേശം ഒരു സമതല പ്രദേശമാണ്. പക്ഷേ ഈ ആനയെ കാട് കയറ്റാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഒരു കുന്നിൻ ചെരുവാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ ആന ഈ ദിശ തെറ്റി സഞ്ചരിക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ ഒരു വെല്ലുവിളി ഉണ്ടാക്കും. പ്രത്യേകിച്ചും ഇത്തരത്തിലൊരു പ്രതിഷേധം കൂടി ഉണ്ടാകുന്ന അലയടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അപ്പോൾ കൃത്യമായ ഒരു ആസൂത്രണത്തോടെയുള്ള ഒരു ദൗത്യം തന്നെയാണ് വനംവകുപ്പ് ലക്ഷ്യമിടുന്നത്. അത്തരത്തിൽ ആനയെ ഈ കുന്നിൻ ചെരുവിലേക്ക് കാട് കയറ്റുക എന്നൊരു ലക്ഷ്യമാണ് വനംവകുപ്പിനുള്ളത്. കൃത്യമായ വിന്യാസം അതിന് നടത്തിയിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ആനയുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അല്ലെങ്കിൽ ദിശ തെറ്റാൻ സാധ്യതയുള്ള തരത്തിൽ വെളിച്ചം പാടില്ല. ആളുകൾ കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല. കൃത്യമായ അനൗൺസ്മെന്റിലൂടെ ആളുകളെ നിയന്ത്രിക്കുന്നു. അത്തരത്തിലുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചതിന് ശേഷമാണ് ആ ദൗത്യം ഇപ്പോൾ പുരോഗമിക്കുന്നത്. മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണ് മാറ്റുന്നു. ഈ മണ്ണ് കൂമ്പാരമാക്കി ആനയ്ക്ക് പോകാനുള്ള വഴിയൊരുക്കുന്നു. അത്തരം പദ്ധതികളിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു. ഏറെ നിർണായകമായ നിമിഷമാണ്. ഏറെ സങ്കീർണമായ രാവിലെ തന്നെ ഈ കിണറ്റിൽ അകപ്പെട്ടതാണ്. കുറച്ചധികം സമയമായി. ഇപ്പോൾ നോക്കൂ, രാത്രിയായി. ഈ ആനയുടെ ആരോഗ്യ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ആശങ്കയുണ്ടോ? അതുതന്നെയാണ് പ്രധാന പരിഗണന. സന്ധ്യ, രാവിലെയല്ല, ഏകദേശം ഇന്നലെ അർദ്ധരാത്രി, അതായത് ഇന്നലെ രാത്രി 1 മണിയോടുകൂടി, ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടി എന്ന് പറയുന്നതായിരിക്കും ശരി. അപ്പോൾ ഒരു 20 മണിക്കൂറോളം നീണ്ടിരിക്കുന്നു. ആനയുടെ ആരോഗ്യസ്ഥിതി നേരത്തെ തന്നെ വനപാലകർ ഉൾപ്പെടെ മുന്നോട്ട് വെച്ച കാര്യം അതാണ്. ഒരിക്കലും മയക്കുവെടി സാധ്യമാകില്ല. ഇനിയും വൈകിയാൽ മയക്കുവെടി സാധ്യമാകില്ല. അവശ നിലയിലാണ് ആന. വെള്ളത്തിലാണ്, കിണറ്റിലെ വെള്ളത്തിലാണ്. അവിടെ വെച്ച് മയക്കുവെടി ഒരിക്കലും ഡാർട്ടിങ് പോസിബിൾ അല്ല എന്ന് നോർത്ത് DFO P കാർത്തിക് വന്ന് പറയുന്നു. എന്നിട്ട് നാട്ടുകാർ അനുനയിപ്പിക്കാനാണ് ശ്രമിച്ചത്. അപ്പോൾ ആരോഗ്യനില പരിഗണിക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ആനയ്ക്ക് ഒറ്റയ്ക്ക് കാട് കയറി പോകാനുള്ള ശേഷിയുണ്ടോ എന്നുൾപ്പെടെ പ്രധാന ചോദ്യമായി അവിടെ നിലനിൽക്കുന്നുമുണ്ട്. അത്തരത്തിൽ ആനയെ ഇപ്പോൾ മണ്ണ് മാന്തി ഇപ്പോൾ പുറത്തേക്ക് എത്തിക്കുമ്പോഴുള്ള ആരോഗ്യനില ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. സന്ധ്യ സൂചിപ്പിച്ചതുപോലെ അതൊക്കെ പരിഗണിക്കാൻ ഈ വിദഗ്ധ സംഘം തന്നെ വയനാട്ടിൽ നിന്ന് എത്തിയിട്ടുണ്ട്. വെറ്ററിനറി അസിസ്റ്റന്റ് സർജൻ അജേഷ് മോഹന്റെ സംഘം നേരത്തെ തന്നെ വയനാട്ടിൽ നിന്ന് ഇങ്ങോട്ട് എത്തി സ്ഥിതിഗതി വിലയിരുത്തിയിരുന്നു. അതിനൊക്കെ ശേഷമാണ് ഇത്തരത്തിൽ സേനയെ വിന്യസിച്ച കൃത്യമായ ആസൂത്രണത്തോടെ ഒരു ദൗത്യത്തിലേക്ക് കടന്നത്. വനംവകുപ്പിനെ സംബന്ധിച്ച് നമുക്കറിയാം, നാളുകളായി നീളുന്ന ഒരു പ്രതിസന്ധി. വനംവകുപ്പ് പ്രതിരോധത്തിലാകുന്ന സാഹചര്യം. നിലമ്പൂരിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ കാട്ടാന ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ഇന്ന് പോലും വനംവകുപ്പിനെ മുൾമുനയിൽ നിർത്തുന്ന സംഭവങ്ങളാണുള്ളത്. ഇത്തരം എല്ലാ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് വനംവകുപ്പ് ഒരു ദൗത്യത്തിന് ഇറങ്ങുന്നത്. വെല്ലുവിളികളേറെയുണ്ട്. പക്ഷേ അവിടെ കൃത്യമായ ഒരു ഏകോപനം വേണം, കൃത്യമായ ഒരു സംവിധാനം വേണം. ഇതിനൊടുവിൽ മാത്രമേ ഇത്തരത്തിലൊരു ദൗത്യം കൃത്യമായി ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ 100% അർപ്പിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു സേനാവിന്യാസം തന്നെയാണ് നടക്കുന്നത്. വനപാലകരും പോലീസും അടങ്ങുന്ന സംഘം അത്തരത്തിലുള്ളൊരു ദൗത്യത്തിൽ തന്നെ ഏർപ്പെട്ടിരിക്കുന്നത്. മിഷൻ ഇസ് ഓൺ എന്ന് പറയാവുന്ന ഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഇനി എന്തായാലും നിർണായകമായ മണിക്കൂറുകളാണ്. കൃത്യമായ ഒരു സംവിധാനത്തിലൂടെ, കൃത്യമായ ഒരു ക്രമീകരണത്തിലൂടെ ആനയെ കാടുകയറ്റുക എന്നുള്ളത് തന്നെയാണ് ഈ ദൗത്യത്തിന്റെ ലക്ഷ്യം. എന്തായാലും ഊർങ്ങാട്ടിരിയിലെ കാട്ടുകൊമ്പനെ കാടുകയറ്റി ആരോഗ്യനില പരിശോധിച്ച കൃത്യമായ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ വനംവകുപ്പിന് കഴിയട്ടെ എന്നാണ് നാട്ടുകാരുടെയും പ്രതീക്ഷ. ഈ ഘട്ടത്തിൽ എന്തായാലും ഒരു അനുനയത്തിലെത്തിയതിനു ശേഷം. സന്ധ്യ. അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ സങ്കീർണമായ ഒരു രക്ഷാദൗത്യമാണിത്. അപ്പോൾ ഇത് കുറച്ചധികം സമയം നീണ്ടു നിൽക്കാനാണോ സാധ്യത? ഇപ്പോൾ എന്താണ്, മണ്ണ് ഉപയോഗിച്ച മണ്ണൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണോ മണ്ണുമാന്ത്രി യന്ത്രം ഉപയോഗിച്ച്?
2 മണിക്കൂർ സമയമാണ് ഈ ദൗത്യത്തിനായി പ്രതീക്ഷിച്ചത്. ഒരുപക്ഷെ അതിലേക്കാൾ നീണ്ടുപോകാനുള്ള സാധ്യതയും നമുക്ക് കണക്കിലെടുക്കേണ്ടതുണ്ട്. കാരണം ഈ ഭൂപ്രകൃതിയൊക്കെ കണക്കിലെടുത്തുകൊണ്ട്, സംവിധാനങ്ങൾ ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ട്, എന്തെങ്കിലും തടസ്സം നേരിട്ടാൽ അതിനെയൊക്കെ പരിഹരിച്ചുകൊണ്ട് അത്തരത്തിൽ തന്നെ ഈ ദൗത്യവുമായി മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ JCB ഉപയോഗിച്ച മണ്ണ് യന്ത്രം ഉപയോഗിച്ച മണ്ണ് മാറ്റുന്ന പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മണ്ണ് കൂമ്പാരം പോലെ മാറ്റി ആനയ്ക്ക് പോകാനുള്ള വഴി ഒരിക്കലും അതിൻ്റെ കൂടെ നടക്കണം. ആൾമറ ഇല്ലാത്ത കിണറാണ്, പക്ഷേ ചെറിയൊരു കരിങ്കൽ കെട്ട് ഈ കിണറിന് ചുറ്റുമുണ്ട്. അതുൾപ്പെടെ പൊളിച്ചു നീക്കി കൃത്യമായി ആനയ്ക്ക് പുറത്തിറക്കാനുള്ള ഒരു വഴി ഒരുക്കണം. കിണർ ഇടിച്ച് താഴ്ത്തിക്കൊണ്ട് തന്നെയാണ്, അതായത് കിണറിന് സമീപമുള്ള മണ്ണ് ഇടിച്ചു മാറ്റിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി നടക്കുന്നത്. നേരത്തെ ഇത്തരത്തിലുള്ള കണ്ടീഷനുകളൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് നാട്ടുകാർ ഇതിന് തയ്യാറായത് എന്നുള്ളതാണ്. ഈ കിണർ നശിപ്പിക്കപ്പെട്ട സണ്ണിക്ക് 1.5 ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭിക്കും, ഫെൻസിങ് ഉറപ്പാക്കും. ഇത്തരം ആവശ്യങ്ങളൊക്കെയായിരുന്നു നാട്ടുകാർ മുന്നോട്ട് വെച്ചത്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് ഈ മേഖലയിലൊക്കെ. കാട്ടാന ശല്യം ഞാൻ തന്നെ ഇത് ജനുവരി 23 പിന്നിടുമ്പോൾ ഏകദേശം 4-ലധികം കാട്ടാന ആക്രമണത്തിൻ്റെ വാർത്തകൾ നൽകി കഴിഞ്ഞു. നിലമ്പൂരിൽ ഇത്തരത്തിൽ അരീക്കോട് പോലുള്ള മേഖലകളിലൊക്കെ കാട്ടാന ശല്യം രൂക്ഷമാകുന്ന സാഹചര്യം അതൊരു ഭാഗത്തുണ്ട്, ജീവൽ പ്രശ്നം തന്നെയാണ്. പക്ഷേ ഇന്ന് ഏറ്റവും നമ്മൾ പ്രാഥമിക പരിഗണന കൊടുക്കേണ്ടത് ആനയുടെ ആരോഗ്യത്തിന് തന്നെയാണ്. കാരണം അത്തരത്തിലൊരു നേരത്തെ ഉൾപ്പെടെ ഈ വനപാലകർ ഉൾപ്പെടെ ആളുകളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞാണ്, അത്തരത്തിലൊരു സാമൂഹിക പരിഗണന ഒരു മനസാക്ഷി ഒരു പരിഗണന നമ്മൾ കൊടുക്കുമ്പോൾ അത് ആനയുടെ ഏറെ നേരമായി ഈ വെള്ളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ആനയാണ്. അതിൻ്റെ ആരോഗ്യനില ഉൾപ്പെടെ പരിഗണിച്ച് അതിനെ സുരക്ഷിതമായി എത്തിച്ചതിന് ശേഷം മറ്റ് പ്രശ്നങ്ങളെല്ലാം ശാശ്വതമായി പരിഹരിക്കാമെന്നുള്ള ഒരു ഉറപ്പ് നൽകി. ആ ഉറപ്പ് പാലിക്കപ്പെടണോ എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കിയാണ്. അതെല്ലാം നമ്മൾ പിന്നീട് പരിശോധിക്കേണ്ടതുമുണ്ട്. അത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ ആനയുടെ, ഈ കാട്ടുകൊമ്പൻ്റെ ആരോഗ്യനിലയ്ക്ക് പ്രഥമ പരിഗണന നൽകണം. അപ്പോൾ 20 മണിക്കൂറോളമായി ഇത്തരത്തിൽ ഭക്ഷണമൊന്നുമില്ലാതെ കിടക്കുന്ന കാട്ടുകൊമ്പനാണ്. സുരക്ഷിതമായി തന്നെ ആനയെ പുറത്തേക്ക് എത്തിക്കാനുള്ളത് പ്രധാനപ്പെട്ട ഒരു ദൗത്യം കൂടിയാണ്.